മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയ്ക്കു നേരെ ഷൂ എറിഞ്ഞത് KSU പ്രവർത്തകരാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരെ കൂടാതെ ഒരു മാധ്യമ പ്രവർത്തകയെയും പ്രതി ചേർത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തത്. ഷൂ എറിഞ്ഞോ എന്ന് 24 ന്യൂസിലെ മാധ്യമപ്രവർത്തക വിനീത VG പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതാണ് കേരളത്തെ ഞെട്ടിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആ വാദവും പൊളിയുകയാണ്. താനും മന്ത്രിസഭയിലെ സഹപ്രവർത്തകരും കൂടി സഞ്ചരിച്ച ബസ്സിനു നേരെ ചെരിപ്പറിഞ്ഞ സംഭവത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന് മുന്നിൽ ഇപ്പോൾ അപഹാസ്യനാകുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകനും അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്നും എന്നാൽ ഗൂഢാലോചന ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് 24 ന്യൂസ് റിപ്പോർട്ടർ വിനീത VGക്കെതിരെ എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടി പോലീസ് കേസെടുത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പിണറായി വിജയൻ പ്രതികരിച്ചത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നും ഇത് ശരിയല്ല എങ്കിൽ തെളിയിക്കാൻ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിച്ചതായും പ്രകടമായ രോഷാകുലനായ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർ നിരവധി ചോദ്യങ്ങളുമായി നേരിട്ടപ്പോൾ ശബ്ദമുയർത്തി ആരെയും ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നും പിണറായി വിജയൻ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞു വന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വിഷ്വൽ എടുത്തോ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയുടെ വാക്കുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അടർത്തിയെടുത്ത് അതിനിടയിലേക്ക് ഷൂ തിരികെ കയറ്റിയ മുഖ്യമന്ത്രിയുടെ സൈബർ സഖാക്കളുടെ കഴിവ് അപാരം തന്നെയാണ്. ഒരുപാട് കാലം പച്ചക്കള്ളം പറഞ്ഞ് പറ്റിച്ചതിൻ്റെ ഒരാവർത്തനം മാത്രമാണിത്. പഠിച്ചത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ഈ മാധ്യമപ്രവർത്തകയായ പെൺകുട്ടിക്ക് മുഖ്യമന്ത്രിയെ ഷൂ എറിയേണ്ടുന്ന ആവശ്യമെന്താണുള്ളത്? എവിടെ നിന്നാണ് അവർക്ക് ധൈര്യം ലഭിക്കുന്നത്? തലേ ദിവസം വരെ CPMന് വേണ്ടി വക്കാലത്തെടുത്തിരുന്ന ശ്രീകണ്ഠൻ നായരും 24 ന്യൂസും രാവിലെ പെരുമ്പാവൂരിലേക്ക് പറഞ്ഞയച്ച ഒരു പെൺകുട്ടിയാണിത്. അവരെ വരെ സംശയിക്കുന്ന മുഖ്യമന്ത്രി പിന്നെ ഈ കറുപ്പിനെ സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഏതായാലും യഥാർത്ഥ വീഡിയോ കിട്ടിയിരിക്കുന്നു. പരിപാടി പൊളിഞ്ഞു. ഇനി കോടതി അത് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ അത് ചോർന്നു പോകരുത്.